ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2024 ഞാൻ പർച്ചേസ് ചെയ്തതിൽ വെച്ച് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബോഡി കെയർ പ്രോഡക്ട്സുകളാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെയും ഞാൻ വലുതായിട്ട് ബോഡിയിൽ ഒന്നും ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് യാതൊരു കെയറും ഞാൻ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വർഷമായപ്പോൾ എനിക്ക് ഭയങ്കര തോന്നൽ വന്നിട്ട് ഞാൻ കുറച്ചധികം ബോഡി കെയർ പ്രോഡക്ട്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്റെ 10/10 എന്ന് പറയും ഞാൻ വീണ്ടും വാങ്ങിക്കുന്ന ഉറപ്പുള്ള കുറച്ച് അടിപൊളി ബോഡി കെയർ പ്രോഡക്ട്സ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബോഡി വാഷ്, ഒരുപാട് ഞാൻ ബോഡി വാഷുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എല്ലാ വയസ്സും 10/10 എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ബോഡി വാഷ് ഇത് കെമിസ്റ്റിക് പ്ലേയുടെ ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. ഈ ഒരു ബോഡി വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ടാൻ റിമൂവ് ചെയ്യുന്നത് ഒരു കാര്യമാണ്, ടാൻ റിമൂവ് ചെയ്യുന്ന അടിപൊളിയാണ്. അതുപോലെ സാലിസിലിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് ഷേവ് ചെയ്തിട്ട് വരുന്ന സ്ട്രോബെറി സ്കിന്നൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിന്റെ ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇത് കറക്റ്റ് കാരമൽ കാൻഡി മുട്ടായിയുടെ മണം, ആ എക്സാക്ട് മണം. ഓവർ മധുരമല്ല, ഓവർ സ്വീറ്റ് അല്ല, ഒന്നുമല്ല, ബട്ട് സൂപ്പർ 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 മണമാണ്. ഈ ഒരു ഐറ്റത്തിന് ഇതിന്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ്. നമുക്ക് ഈ ബോട്ടിൽ 200 സംതിങ്ങിനോ അതിൽ 345 രൂപയ്ക്ക് എന്തോ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അടിപൊളി ബോഡി വാഷ്. പിന്നെ ഞാൻ ഒരുപാട് പേരോട് പറയണം എന്ന് കരുതിയൊരു സാധനം എന്ന് പറയുന്നത്, നിങ്ങൾ ബോഡി ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡി വാഷസ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് കണ്ടിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബോഡി വാഷ് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുക്കുക, പതപ്പിക്കുക. കയ്യിലും ബോഡിയിലും എവിടെയാണ് നിങ്ങൾക്ക് ടാൻ റിമൂവ് ചെയ്യേണ്ടത് അത്രയും നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് 5 മിനിറ്റ്സ് എങ്കിലും വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യുക. എന്നിട്ട് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ഭയങ്കര നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റില്ല. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ടൈം പീരീഡ് ആണ്. എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് പ്രോഡക്റ്റുകൾ വർക്ക് ആവാറുണ്ട്, ചില ബോഡി കെയർ പ്രോഡക്റ്റുകളൊക്കെ വർക്ക് ആവാറുണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. ചിലർക്ക് ഞാൻ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു ബോഡി കെയർ പ്രോഡക്റ്റോ സ്കിൻ കെയർ പ്രോഡക്റ്റോ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും റിസൾട്ട് കണ്ടു തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഉള്ള ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 3 to 4 months വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാം, ചിലർക്ക് പതുക്കെ റിസൾട്ട് കിട്ടാം. പിന്നെ ഒരേ പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല. ഒരാൾക്ക് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ നോക്കുക. ഈ ഇത്രയും 3-4 മാസം വരെ ഉപയോഗിച്ചിട്ടും റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റുകൾ മാറ്റാൻ നോക്കാം. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല, പ്രോഡക്റ്റ് അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ടാൻ റിമൂവൽ ബോഡി വാഷ് എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം യൂസ് ചെയ്യാൻ. അതുപോലെ ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എസ്പെഷ്യലി ഞാൻ പ്ലിക്സിന്റെ ബോഡി വാഷ് കാണിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചവരോട്, ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇന്ന ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്തത്, എങ്ങനെയാണ് യൂസ് ചെയ്തത് എന്ന് ചോദിച്ചവരോട് എല്ലാവരും തെറ്റായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു 2 weeks കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ നിർത്തിയ ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നില്ല. ചിലർക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 2-3 daysനുള്ളിൽ തന്നെ റിസൾട്ട് ചേഞ്ചസ് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇത് പക്ഷെ കുറെ പേര് പറഞ്ഞിട്ടുള്ള സാധനമാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്രോഡക്റ്റിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇവിടെ ഒരു കവർ സിമ്പിൾ കാണും. അവിടെ തൊഴുമ്പോൾ നമുക്ക് വ്യൂ പ്രോഡക്ട്സ് കാണിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ എല്ലാത്തിന്റെയും ലിങ്ക് കിട്ടുന്നതായി. ഇത് പ്ലിക്സിന്റെ പൈനാപ്പിൾ സ്മൂത്ത് സ്കിൻ ബോഡി വാഷ് ആണ്. എൻ്റെ കയ്യിൽ ഒരു 3 bottles എങ്കിലും ഉണ്ടായിരിക്കും ഈ ഒരു ഐറ്റം. മെയിൻ ആയിട്ട് ഇത് സ്ട്രോബെറി സ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടാൻ റിമൂവലിലാണ് ആക്ച്വലി ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ടാൻ റിമൂവൽ എനിക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സമയം എടുക്കുന്നുണ്ടായിരുന്നു, എന്നാലും അവരപ്പോഴേ ഇട്ടിട്ട് പോകും. ഞാനൊരു കാര്യം പറയാം, നല്ല സമയമെടുക്കും. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിലല്ല ഒന്നും ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് സോപ്പ് തേച്ച് കഴുകി കളയുന്ന പോലെ ബോഡി വാഷ് ടാൻ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. എടുക്കുക, നല്ല രീതിയിൽ മസാജ് ചെയ്യുക, ഒരു 5 minutes എങ്കിലും ബോഡിയിൽ അത് ഇരിക്കാൻ നോക്കുക, എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുക. പിന്നെ ബോഡി സൺസ്ക്രീൻ ഇടണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ടാൻ റിമൂവ് ചെയ്യുന്ന ബോഡി വാഷ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം. ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക് അറിയത്തില്ല. സോ അതെന്തായാലും ചെയ്യാൻ നോക്കുക. ഈ ഒരു ബോഡി വാഷ് എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ലാക്ടിക് ആസിഡ് ഉണ്ട്, അതുപോലെ പൈനാപ്പിൾ മണം എനിക്കിഷ്ടമാണ്. സോ ഇത് അത്യാവശ്യം എല്ലാ സ്കിന്നിനും ഇതാണ്. ഭയങ്കര നറിഷിംഗ് ഒന്നും അല്ലെങ്കിലും എനിക്ക് ടാൻ റിമൂവ് ചെയ്യാൻ ഇത് സൂപ്പർ ആയിരുന്നു. പക്ഷെ നമ്മുടെ കെമിസ്ട്രി പ്ലേയുടെ ബോഡി വാഷ് ഇതിലൂടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് ഇത്തിരിയുടെ ഒരു വൃത്തിയായ ഫീലാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇത് രണ്ടും ടാൻ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. എന്നാലും ഇത്തിരിയുടെ ഇഷ്ടം എനിക്കിതാണ്.
അത് കഴിഞ്ഞിട്ടേ ഉള്ളത് കേട്ടോ. എന്നാലും രണ്ടും സൂപ്പർ 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 ആയി. ടാൻ റിമൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ലെങ്കിലും ഇതിലെല്ലാത്തിലും നിന്ന് എന്റെ ഫേവറേറ്റ് ഈ ഒരു ഐറ്റമാണ്. ഇത് യാർഡ്ലിയുടെ മോർണിംഗ് ഡ്യൂ ഷവർ ജെല്ലാണ്. ഇതിന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഇതിനെ പറ്റി ഞാൻ പറയാത്ത വീഡിയോസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം ഒന്ന് എന്റെ സ്കിന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നും. ലൈക്ക് ഷേവ് ഒക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ട് തോന്നും. പക്ഷെ മെയിൻ കാര്യം അതല്ല, ഭയങ്കര അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. അതായത് ഫ്രഷ് ആയിട്ട് കുളിച്ചിറങ്ങിയ ഒരു ഫീൽ ഉണ്ടല്ലോ, കുളിച്ചിറങ്ങി ഭയങ്കര ഒരു അടുത്തൂടെ പോകുന്ന ഒരാൾക്ക് ഈ ഒരു ഫീൽ തരുന്ന ഒരു ഐറ്റം ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഫ്രേഗ്രൻസ് തന്നെ നോക്കുക, മോർണിംഗ് ഡ്യൂ എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ ഫ്രേഗ്രൻസ് തന്നെ നോക്കുക. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം. സോ നിങ്ങൾ ജസ്റ്റ് ഒരു ബോഡി വാഷ്, നല്ല ഫ്രേഗ്രൻസ് ഉള്ളൊരു ബോഡി വാഷ്, ഓക്കെ, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ ഇഷ്യൂ അണ്ടർ ആം പിഗ്മെന്റേഷൻ, ബോഡി ഓർഡർ. വിയർക്കുമ്പോൾ ഉള്ള ഭയങ്കരമായിട്ടുള്ള മുഷിഞ്ഞ ഒരു സ്മെല്ല് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് വലുതായിട്ട് അങ്ങനെ ഇല്ലായിരുന്നെങ്കിലും എനിക്ക് എന്നാലും ഇത്തിരി വരുമ്പോൾ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു. പക്ഷേ ദിസ് വൺ സോ ഗുഡ്. ഇത് കെമിസ്ട്രി പ്ലേയുടെ അണ്ടർ ആം റോൾ ഓൺ ആണ്. അക്വാ ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞ ലൈക്ക് ഫ്രേഗ്രൻസ് ആണ്. ഈ ഒരു സാധനം ഭയങ്കര എന്താ പറയാ, എല്ലാവർക്കും ഒക്കെ നല്ലൊരു മണമാണ്, നല്ല നറിഷിംഗ് ആണ്. ഒട്ടും തന്നെ ബോഡി ഓർഡർ ഇല്ല. ഞാൻ രാവിലെ തൊട്ട് 3-4 വീഡിയോ ഷൂട്ട് ചെയ്ത് വിയർത്ത് ഇങ്ങനെ ഇരുന്നാൽ പോലും രാത്രി ആയാൽ പോലും ഒരു തരത്തിലും ബോഡിയിൽ നിന്ന് ഒരു ലൈക്ക് ബാഡ് ഓർഡേഴ്സ് വരത്തില്ല. ഭയങ്കര അടിപൊളി ലൈക്ക് സ്മെല്ലാണ്. ഇറിറ്റേറ്റിംഗ് ആവാം ചിലർക്ക്, ഭയങ്കര ഫ്രേഗ്രൻസ് ഇറിറ്റേറ്റ് ആവും. അത്രയും ഫ്രേഗ്രൻസും അല്ല, ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ഫ്രേഗ്രൻസ് ആണ്. വെരി 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 ഗുഡ്. അതുപോലെ അണ്ടർ ആം പിഗ്മെന്റേഷൻ കുറയ്ക്കാം. പിന്നെ അണ്ടർ ആം പിഗ്മെന്റേഷൻ കുറയാൻ വേണ്ടി നല്ല സമയമെടുക്കും. സമയമെടുത്ത് യൂസ് ചെയ്താൽ മാത്രമേ കുറയുള്ളൂ. ബട്ട് അതർവൈസ് വെരി 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 ഗുഡ്. ഇതും ഞാൻ വിഷ്കേന്റെ അണ്ടർ ആം റോൾ ഓണും ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഷ്കേന്റെ അണ്ടർ ആം റോൾ ഓൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് വീണ്ടും 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 യൂസ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ഇതിനോട് ഭയങ്കര 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 ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ടായിരുന്നു. കാരണം ഇതെനിക്ക് ഇഷ്ടമാണ് ഗൈസ്, എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് ലൈക്ക് ഫേവറേറ്റ് ബോഡി ലോഷൻസിലൊന്ന് വിഷ്കേന്റെ AHA ബോഡി ലോഷനാണ്. എനിക്ക് ഇനിയും അകത്തൊരു 3-4 ബോട്ടിൽ ഇരിപ്പുണ്ട്. അത്രയും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, ഒട്ടും സ്റ്റിക്കി അല്ല, ഭയങ്കര ഫ്രേഗ്രൻസും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഫ്രേഗ്രൻസ് ഉണ്ട്. അതുപോലെ നല്ല രീതിയിൽ സ്ട്രോബെറി സ്കിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഷേവ് ചെയ്യുമ്പോൾ മുറിയും കുഞ്ഞു 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 കുത്തു 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 പോലെ ഫീൽ ചെയ്യുന്നത് സൂപ്പറായിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. വെരി 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 ഗുഡ്. ഇത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും വാങ്ങിച്ചു നോക്കാം. എനിക്കിഷ്ടമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവരുടെ ബോഡി സൺസ്ക്രീനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഇതും എൻ്റെ കയ്യിൽ ഒരു 3 to 4 ബോട്ടിൽസ് ഇരിപ്പുണ്ട്. ഈ ഒരു ബോഡി സൺസ്ക്രീനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല തിക്കുള്ള ബോഡി സൺസ്ക്രീൻ ആണ്. കാരണം എനിക്ക് നല്ല ഡ്രൈ ആയിരിക്കുന്ന ബോഡി പാർട്സ് ആണ്. സോ വെരി ഗുഡ്. ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച സാധനമൊന്നുമല്ല, അതിന് മുന്നത്തെ വർഷമൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞത്. പക്ഷെ വാസ്ലിൻ കൊക്കോ ഗ്ലൂ അറിയുന്നവർക്കറിയായിരിക്കും. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ചോക്ലേറ്റി മണം ഒക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര ഓവർ പവറിങ് അല്ല. സൂപ്പർ മോയ്സ്ചറൈസിങ് ആണ്. ഡ്രൈ 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 ആയിട്ടിരിക്കുന്ന സ്കിന്നുള്ളവർക്ക്. ഓക്കെ, സോ അത് മാത്രമല്ല, ഈ സാധനം തീരത്തില്ല. നിങ്ങളൊരു ബഡ്ജറ്റിലാണ് നോക്കുന്നുണ്ടെങ്കിൽ തീരത്തില്ല ഈ സാധനം. മാസങ്ങൾ, എനിക്ക് തോന്നുന്നു 1 വർഷം ഞാൻ ഈ സാധനം യൂസ് ചെയ്തു, എന്നിട്ട് ഇത് തീർന്നിട്ടില്ല. ഇനിയും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇച്ചിരി കാണുമില്ലാത്ത വീണ്ടും ഉണ്ട് ഗൈസ്. കണ്ടില്ലേ, ഈ സാധനം തീർന്നിട്ടില്ല. ഞാൻ വാരി വലിച്ചു പൊത്തി ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം ഇന്നേ വരെ തീർന്നിട്ടില്ല. ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാക്കി പ്രോഡക്റ്റുകൾ ഇനി തപ്പിയെടുക്കാനും വയ്യ ഗൈസ്. ഇതൊക്കെയാണ് പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ബോഡി കെയർ പ്രോഡക്ട്സും ഹെയർ കെയർ പ്രോഡക്ട്സുകളും ഒരുപാടുണ്ട്. ഈ വർഷം നമ്മൾ ശരിക്കും പ്രോഡക്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ ബോഡി കെയർ പ്രോഡക്ട്സ് ഫേവറേറ്റ്സ് ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വേറെ ഒരുപാട് ബോഡി കെയർ റുട്ടീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബോഡി കെയറിന്റെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ബോഡി കെയറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട.
ഓക്കെ, ഞാനൊരു ഒരുപാട് ഭയങ്കര ചർച്ച തന്നെ എന്റെ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എന്തിനാ ഈ സൈഡ് ഇങ്ങനെ കാണിക്കുന്നത്, ഈ സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത്. ഒന്ന് പറയുന്നത്, ഞാൻ ഈ മുടി ഇങ്ങനെയാണ് ഇടുന്നത്. ഇങ്ങനെ ഇടുമ്പോഴേക്കും ഈ ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ കിടക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് പിന്നെ ഒരു പെട്ടെന്ന് കൺവീനിയന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല വീഡിയോസിൽ ഞാൻ ഈ ഭാഗം കാണിക്കാറുണ്ട്. എന്റെ ആ പർട്ടിക്കുലർ വീഡിയോസ് മാത്രം ആരും കാണാറില്ലെന്ന് തോന്നുന്നു. അതെ, എന്തോ വലുതായിട്ട് ഞാൻ മറയ്ക്കാനുണ്ട് എന്നാണ് കമന്റ് ബോക്സിൽ ഭയങ്കര ആരോപണങ്ങൾ നടക്കുന്നത്. ആക്ച്വലി എന്റെ ഫേവറേറ്റ് സൈഡ് ഇതാണ്. കണ്ടല്ലോ. എല്ലാവരുടെയും സംശയമൊക്കെ തീർന്നു കരുതുന്നു. അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ബൈ.